ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ചൈതന്യ പുരുഷോത്തമൻ. അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതും പാർട്ടുകളായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഈ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഉണ്ട്. അതും കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററാണ്. +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളൊരു ബിസിനസ് ടൈപ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്. മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ആ സ്ഥാപനങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വേരിയസ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഫ്രം വിച്ച് വൺ ക്യാൻ ചൂസ് റൈറ്റ് വൺ ഇൻക്ലൂഡ്. അതായത് കുറച്ച് ഫോംസ് ഉണ്ട് ബിസിനസ്സിൻ്റെ. അതിൽ ഒന്നാമതായി പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, രണ്ടാമതായി പറയുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് ഹിന്ദു ഫാമിലി ബിസിനസ്, മൂന്നാമതായി പറയുന്നത് പാർട്ട്ണർഷിപ്പ്, നാലാമതായി പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഇത്രയുമാണ് ബിസിനസ്സിൻ്റെ വിവിധ ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കതിൽ ഓരോന്നിനെ കുറിച്ചിട്ടും നമുക്ക് വിശദീകരിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് എന്ന് പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഏകാംഗ സ്ഥാപനം എന്നാണ് അതിൻ്റെ മലയാളം വേർഡ് എന്ന് പറയുന്നത്. അതായത് മലയാളം വേർഡ് ഏകാംഗ സ്ഥാപനം, അതായത് ഒരാൾ മാത്രം ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിനെയാണ് നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഡു യു ഓഫൻ ഗോ ഇൻ ദ ഈവനിങ് ടു ബൈ രജിസ്റ്റേർഡ് പെൻ, ചാർട്ട്, പേപ്പർ എക്സെട്ര ഫ്രം ദ small neighborhood stationery store? Well, in all profitability in the course of your transaction you have interacted with a sole proprietorship. അതായത് നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങാൻ, അതായത് പെന്ന്, ചാർട്ട്, പേപ്പർ, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്ന ഈ സ്റ്റേഷനറി കടകളൊക്കെ എന്താണ്, ഏതൊരു ഉദാഹരണമാണ്? ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് ഉദാഹരണങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഒറ്റ ഉടമസ്ഥൻ മാത്രമുള്ള ഒരു സ്ഥാപനങ്ങളെയാണ് എന്ത് പറയുന്നത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഈസ് എ പോപ്പുലർ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോം ഫോർ സ്മോൾ ബിസിനസ്. ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് രൂപമാണ്, അല്ലെങ്കിൽ ടൈപ്സ് ആണ് എന്ത്? ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഇന്ന് ഏറ്റവും പോപ്പുലർ ആയിട്ട് കണ്ടുവരുന്നത്. കാരണം എവിടെ നോക്കി, ഇപ്പോൾ സ്റ്റേഷനറി കടകൾ, അങ്ങനെയുള്ള കടകളെല്ലാം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു സ്ഥാപനം, അല്ലെങ്കിൽ ആ സ്ഥാപനം ഒരൊറ്റ ഉടമസ്ഥയിലുള്ള ആളാണ് നടത്തിക്കൊണ്ടു പോവുക. അപ്പോൾ അതാണ് പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഇന്ന് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ബിസിനസ് ഫോമാണ് ഈ ഒരു
സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് പറയുന്നത്. എക്സ്പെഷ്യലി ഇൻ ദർ ഇനീഷ്യൽ ഇയേഴ്സ് ഓഫ് operation, sole proprietorship refers to a form of business organization which is owned, managed and controlled by an individual who is the recipient of all profit and bearer of all risk. അതായത് ഇതിൻ്റെ മാനേജും ഇതിൻ്റെ കൺട്രോളും ഇതിൻ്റെ ഓണർഷിപ്പും എല്ലാം എന്താണ്, ഒരൊറ്റ ഇൻഡിവിജ്വലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, പ്രോഫിറ്റും അതിൻ്റെ റിസ്ക്കും എല്ലാ കാര്യങ്ങളും ആര് തന്നെ ഏറ്റെടുക്കണം? ആ ഒരു വ്യക്തി തന്നെ അതിൻ്റെ എല്ലാ റിസ്ക്കും പ്രോഫിറ്റും എല്ലാം ഏറ്റെടുക്കേണ്ടത് ആ ഒരു വ്യക്തി തന്നെ മാത്രമായിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, ദിസ് ഈസ് എവിഡൻറ്റ് ഫ്രം ദ term itself. The word sole implies only and proprietor refers to owner. Hence a sole proprietorship is the one who is the only owner of a business. ഈ സോൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഓൺലി എന്നാണ്. പ്രൊപ്രൈറ്റർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഓണർ എന്നാണ്. അപ്പോൾ ഓൺലി ഓണർ എന്ന വാക്കാണ് ഇതിന് ഏറ്റവും വലിയ ഒരു സംഭവം. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൺലി ഓണർ, അതായത് ഒരു ഓണർ മാത്രം എന്നൊരു വേർഡിൽ നിന്നാണ് എന്തുണ്ടായത്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നൊരു വേർഡ് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു ഓണർ മാത്രമുള്ള ഒരു സ്ഥാപനങ്ങളെയാണ് എന്ത് പറയുന്നത്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മാനേജിങ്ങും കൺട്രോളിങ്ങും ഓണർഷിപ്പും എല്ലാം ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റും അതുപോലെ അതിൻ്റെ റിസ്ക്കും എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടത് അയാൾ മാത്രമായിരിക്കുമല്ലോ. അതാണ് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ബ്യൂട്ടി പാർലറ്, അതുപോലെ ഹെയർ സലൂൺസ്, അതായത് ബാർബർ ഷോപ്പുകൾ, പിന്നെ സ്മോൾ സ്കെയിൽ ആക്ടിവിറ്റീസുകൾ നടത്തുന്ന ഷോപ്പുകൾ, അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ എന്തിൻ്റെ ഉദാഹരണങ്ങളാണെന്നാണ് പറയുന്നത്, ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഉദാഹരണങ്ങളായിട്ടാണ് കാണുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യക്തമായി കാണുമല്ലോ, സിമ്പിളാണ്. സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഓണർ മാത്രമുള്ള ഒന്നിനെയാണ്, ഒരു സ്ഥാപനത്തിനെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അത് മാനേജ് ചെയ്യുന്നതും ഓണർഷിപ്പും കൺട്രോളിങ്ങും എല്ലാം ഒരൊറ്റ ഇൻഡിവിജ്വൽ ആയിരിക്കും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും എല്ലാം ഒരു ഇൻഡിവിജ്വൽ. മറ്റാർക്കും അതിൽ ഒരു അവകാശങ്ങളും ഉണ്ടാവില്ല. പിന്നെന്താണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത, പ്രോഫിറ്റും അതുപോലെ റിസ്കുകളും എല്ലാം അദ്ദേഹം തന്നെ എന്ത് ചെയ്യണം, ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ആരാണോ അതിൻ്റെ ഉടമസ്ഥൻ അയാൾ മാത്രം എന്ത് ചെയ്യേണ്ടി വരും, അതെല്ലാം ഏറ്റെടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. പിന്നെ ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഓൺലി ഓണർ എന്ന രീതിയിലാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഉദാഹരണമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് നമ്മൾ ബ്യൂട്ടി പാർലർ, പിന്നെ ഹെയർ സലൂൺസ്, അതായത് ബാർബർ ഷോപ്പുകൾ, പിന്നെ സ്മോൾ സ്കെയിൽ ആക്ടിവിറ്റീസുകൾ നടത്തുന്ന ചെറിയ ചെറിയ റീറ്റെയിൽ ഷോപ്പുകൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒരു ഒരു കുറിപ്പ് അല്ലെങ്കിൽ ഒരു വിവരണം എന്ന് പറയുന്ന സംഭവം ഇതാണ്. അടുത്തത് വരുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഒരു ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിനെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. ഒന്നാമതായി പറയുന്നത് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ, അതായത് അടച്ചുപൂട്ടലും അതിൻ്റെ തുടക്കവും എങ്ങനെയാണെന്നാണ് പറയുന്നത്. There is no separate law that governs sole proprietorship. Hardly any legal formalities are required to start a sole proprietary business through some case only may require a license. Closure of the business can also be done easily. അതായത് ഫോർമേഷൻ്റെയും ക്ലോഷറിൻ്റെ കാര്യത്തിലുള്ള, അതായത് അടച്ചുപൂട്ടലിൻ്റെയും തുടക്കത്തിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം എന്നാണ് പറയുന്നത്.
അപ്പോൾ മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് എന്തില്ല, ഒരു ഫോർമേഷന് വേണ്ടുള്ള കുറേ ഫോർമാലിറ്റീസ് ഉണ്ടാവുമല്ലോ, അത് ഇതിന് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ചില കേസുകളിൽ എന്താണ് ലൈസൻസ് ആവശ്യമായിട്ട് വരാറുണ്ട്. അതല്ലാതെ വേറെ എന്താ പറയുക ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഫോർമാലിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താണ് തുടങ്ങാനും അത് അടച്ചുപൂട്ടാനും വലിയ പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ മറ്റൊരു ഒരു ഫീച്ചർ എന്ന് പറയുന്ന സംഭവം അതാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അടച്ചുപൂട്ടാം, എപ്പോൾ വേണമെങ്കിൽ തുടങ്ങാം. കാരണം മറ്റു സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് എന്തില്ല, അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നിയമങ്ങളോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ഫോർമാലിറ്റീസുകളോ ഇതിനില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അടച്ചുപൂട്ടാം, എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാം. അങ്ങനെ ഒരു സംഭവമാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞ ബിസിനസ് ഫോം. രണ്ടാമതായി പറയുന്നത് ലയബിലിറ്റീൻ്റെ കാര്യത്തിൽ, അതായത് ബാധ്യതയുടെ കാര്യം. ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഹാവ് അൺലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റി അല്ല, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ലയബിലിറ്റിയാണ് അവർക്കുള്ളത്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദ ഓണർ ഈസ് personally responsible for payment of debts in case that assets of business are not sufficient to meet all debts as such as owner's personal possessions such as her personal car and other assets could be sold for paying debt. അതായത് എന്താ പറയുന്നത്, ഇപ്പം ഒരാൾക്ക് കടം കൊടുക്കാനുണ്ടെങ്കിൽ എന്താണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ഓണർ അത് ബാധ്യത ഉള്ളതായിരിക്കണം. കാരണം എന്താണ്, ആ കടം കൊടുത്തു തീർക്കാനുള്ള ഒരു കഴിവ് ആ ബിസിനസ്സിന് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ബിസിനസ്സിന് ആസ്തികളിൽ ആ ഒരു കടം കൊടുത്തു തീർക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പേഴ്സണലി ഈ വ്യക്തി എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ നിന്നും ആ ഒരു കടം കൊടുത്തു തീർക്കേണ്ട ഒരു അവസ്ഥ വരും. അതാണ് ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ഓണർ കടം കൊടുക്കാനുണ്ടെങ്കിൽ അത്രയ്ക്ക് ആസ്തി ആ ബിസിനസ് ഇല്ലെങ്കിൽ, അതായത് ആ കടം കൊടുത്തു തീർക്കാനുള്ള ഒരു ആസ്തി ആ ബിസിനസ്സിന് ഇല്ലെങ്കിൽ ഈ വ്യക്തി എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ സ്വത്തുണ്ടാവുമല്ലോ, പേഴ്സണലി ഉള്ള സ്വത്തിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്യണം, ആ കടം കൊടുത്തു തീർക്കേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത്. എന്ത് തന്നെ ആയാലും കൊടുക്കാനുള്ളവർക്ക് അവർ കൊടുത്തു തീർത്തേ പറ്റൂ കടം. അത് പേഴ്സണലി അവരെന്താണ് അതിന് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പം നമ്മൾ ഒരു കടയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു സോൾ പ്രൊപ്പറേറ്റർ സ്ഥാപനം എന്ത് ചെയ്തു, ഒരു 80,000 രൂപ കടത്തിന് ഒരു സാധനങ്ങൾ ഇറക്കുമതി ചെയ്തു എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തു, ഈ സ്ഥാപനം, ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് സ്ഥാപനം അടച്ചുപൂട്ടുന്ന സമയത്ത് ആ സ്ഥാപനത്തിലെ ആസ്തികളെല്ലാം വിറ്റിട്ടും 60,000 രൂപ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ബാക്കി 20,000 രൂപ അദ്ദേഹം എന്ത് ചെയ്യണം, കൊടുത്തു തീർക്കണം. 80,000 രൂപ കടം കൊടുത്തു തീർക്കണം, ബാധ്യത ഒഴിവാക്കണം. അപ്പോൾ 60,000 രൂപ മാത്രമേ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 20,000 രൂപ അദ്ദേഹം എവിടെ നിന്ന് കണ്ടെത്തണം, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യണം, കൊടുത്തു തീർക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നതാണ്, അങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സോൾ പ്രൊപ്പറേറ്ററിൻ്റെ ലയബിലിറ്റീൻ്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്, സോൾ റിസ്ക് ബിയർ ആൻഡ് പ്രോഫിറ്റ് റെസിപ്റ്റൻ്റ്. അതായത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസ്ക് എടുക്കുന്ന കാര്യത്തിൽ റിസ്കിൻ്റെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം, മുഴുവനും അദ്ദേഹം തന്നെ, അതായത് ആരാണോ സോൾ പ്രൊപ്പറേറ്ററിൻ്റെ ഓണർ, ഒരു ഓണറല്ലേ ഉണ്ടാവുള്ളൂ, ആ ഓണർ തന്നെ എന്ത് ചെയ്യണം, എല്ലാ റിസ്കുകളും കവർ ചെയ്യണം.
അതുപോലെ അതിന് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനും ഉടമസ്ഥത അദ്ദേഹം തന്നെയായിരിക്കും. അപ്പോൾ സക്സസ്ഫുൾ ആയാലും ഫെയിലിയർ ആയാലും നഷ്ടം ആര് സഹിക്കണം? നഷ്ടമായാലും ലാഭമായാലും ആര് തന്നെ സഹിക്കണം? ഈ ഉടമസ്ഥൻ തന്നെ, ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഉടമസ്ഥൻ തന്നെ സഹിക്കണം എന്നാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു മൂന്നാമത്തെ പോയിന്റ്. ഫീച്ചറിലെ മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. നഷ്ടമായാലും പ്രോഫിറ്റ് ആയാലും അദ്ദേഹം തന്നെ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഓണർ തന്നെ സഹിക്കണം എന്നാണ് പറയുന്നത്. നാലാമതായി പറയുന്നത് എന്താണ്? അടുത്ത പോയിന്റ് കൺട്രോൾ ആണ് പറയുന്നത്. കൺട്രോളിൻ്റെ കാര്യത്തിൽ എന്താണ്? റൈറ്റ് ടു ദ റൺ ദ ബിസിനസ് ആൻഡ് മേക്ക് ഓൾ ഡിസിഷൻസ്. അതായത് എല്ലാ ഡിസിഷൻസും ആരെടുക്കുന്നത്? അതിൻ്റെ എല്ലാ അവകാശം ആർക്കാണ്? ഈ ഓണർക്ക് മാത്രമായിരിക്കും അവകാശങ്ങൾ ഉണ്ടാവുക. അതിൽ ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല, കൈകടത്താനുള്ള അവകാശമില്ല. അദ്ദേഹം എന്ത് തീരുമാനിക്കുന്നുവോ, ആ ബിസിനസ്സിനെ കുറിച്ചിട്ട് അദ്ദേഹം എന്ത് തീരുമാനിക്കുന്നുവോ ആ തീരുമാനങ്ങൾ മാത്രമേ ആ ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുള്ളൂ. അതാണ് പറയുന്നത്. അദ്ദേഹം എന്ത് തീരുമാനം, ബാക്കി ആർക്കും എന്തില്ല, അതിൽ ഒരു അവകാശങ്ങളും അതിലുണ്ടാവില്ല. മറ്റൊരാൾക്കും അതിൽ കൈകടത്താനുള്ള അവകാശം ഇല്ല. അതാണ് നാലാമതായി പറയുന്ന കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അഞ്ചാമതായി പറയുന്നത് നോ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്നാണ് പറയുന്നത്. എന്താണ് നോ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത്? ഇൻ ദ ഐസ് ഓഫ് ലോ നോ ഡിസ്റ്റിങ്ഷൻ ഇൻ made between the sole trader and his business, and business does not have any identity separate from the owner. The owner is therefore held responsible for all activities of business. അതായത് നിയമത്തിൻ്റെ കണ്ണിൽ എന്താണ്? ബിസിനസ്സും അതിൻ്റെ ഓണറും തമ്മിൽ ഒരു സെപ്പറേഷനും ഉണ്ടാവില്ല നിയമത്തിൻ്റെ കണ്ണിൽ. അതാണ് പറയുന്നത്. നിയമത്തിൻ്റെ കണ്ണിൽ എന്തില്ല? ബിസിനസ്മാനും ബിസിനസ്സും തമ്മിൽ ഒരു സെപ്പറേഷനും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? ഈ ബിസിനസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ ഓണറും ഉത്തരവാദിത്തം ഉള്ളവനായിരിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓണറും എന്തായിരിക്കും? ഉത്തരവാദിത്തപ്പെട്ടവനായിരിക്കും. അല്ലാണ്ട് ബിസിനസ് അല്ലേ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, ഓണറിന് മാറി നിൽക്കാനുള്ള അവകാശം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഇത്രയേ ഉള്ളൂ. ബിസിനസ്സും അതുപോലെ നിയമത്തിൻ്റെ ആണെങ്കിൽ ബിസിനസ്സും ഓണറും വേറിട്ടിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ ഓണറും എന്തായിരിക്കും? ഉത്തരവാദിത്തം ഉള്ളവനായിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നോ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ആറാമതായി പറയുന്നത് എന്താണ്? ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി. അതാണ് ആറാമതായി ഉള്ള പോയിന്റ്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബിസിനസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം, എപ്പോൾ വേണമെങ്കിലും അവസാനിപ്പിക്കാം എന്ന രീതിയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ബിസിനസ്സിന് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവാൻ ഉള്ള അവസ്ഥ കുറവാണ്. കാരണം എന്താണ്, ചിലപ്പോൾ ബിസിനസ്മാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഇൻസാനിറ്റി, അതുപോലെ ഇംപാർഷ്യലിറ്റി, അതുപോലെ ഫിസിക്കൽ അലൈൻമെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്ന് ബിസിനസ് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അടച്ചുപൂട്ടലേ വഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിസിനസ്സും എന്താ പറയുക, ബിസിനസ്മാനും തമ്മിലുള്ള ഒരു സെപ്പറേറ്റ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ്, ബിസിനസ്മാൻ എന്ത് ബാധിച്ചാലും അത് നേരെ ബാധിക്കൽ ആർക്കായിരിക്കും? ബിസിനസ്സിനായിരിക്കും ബാധിക്കുക. അപ്പോൾ അതാണ് ഏറ്റവും ലാസ്റ്റത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി. അതായത് നേരത്തെ പറഞ്ഞൊരു കാരണം കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. അതായത് നിയമത്തിൻ്റെ കണ്ണിൽ ബിസിനസ്സും ബിസിനസ്മാനും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു എൻറ്റിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ബിസിനസ്മാൻ എന്ത് സംഭവിച്ചാലും എന്താണ്, അത് ബിസിനസ്സിനും കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ബിസിനസ്മാൻ മരിച്ചു പോവോ, അല്ലെങ്കിൽ എന്തെങ്കിലും മനോരോഗം സംഭവിക്കുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പാപ്രസ്, അതായത് ഒന്നുമില്ല, ദരിദ്രാവസ്ഥയിലേക്ക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
ബിസിനസ് തുടർന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് അടച്ചു പൂട്ടേണ്ടതായിട്ട് അവസ്ഥ വരും. അതാണ് ഈ ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ വ്യക്തമായിക്കാണല്ലോ, ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന സംഭവം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത്രയുമാണ് ഫീച്ചേഴ്സ്. ഇപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണെന്ന് മനസ്സിലായി, അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.